റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. കൊല്ലം കിഴക്കനേല സ്വദേശിനി ആരതി റാമിന് 2.2 മില്യൺ പൗണ്ടിന്റെ UK റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ ഫ്യൂച്ചർ ലീഡേഴ്സ് ഫെലോഷിപ്പ്. വയോധികരുടെ അസ്ഥിരോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് നാനോ ടെക്നോളജിയിലെ ഗവേഷണത്തിന് 4 വർഷത്തേക്ക് തുക ലഭിക്കും. സർക്കാർ സ്കൂളിൽ മലയാളം മീഡിയത്തിൽ പഠിച്ച ആരതി 2020 മേരി ക്യൂറി ഫെലോഷിപ്പ് നേടിയിരുന്നു. UK ബ്രാഡ്ഫോർഡ് സർവകലാശാലയിൽ ലൈഫ് സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസറാണ് ആരതി റാം. പാരിപ്പള്ളി കിഴക്കനേല അയോധ്യയിൽ റിട്ടയർഡ് സുബേദാർ മേജർ പരേതനായ രാമചന്ദ്രക്കുറുപ്പിന്റെയും ശശികലയുടെയും മകളാണ്. കിഴക്കനേല ഗവൺമെന്റ് LP സ്കൂൾ, കടമ്പാട്ടുകോണം HKVHS, പാളയംകുന്ന് HSS എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ പഠനം. കേരള സർവകലാശാലയിൽ നിന്ന് MSc ഫിസിക്സ്, കുസാറ്റിൽ നിന്ന് MPhil, സൗത്ത് കൊറിയയിൽ നിന്ന് PhD എന്നിവ നേടിയ ശേഷമാണ് UK എത്തിയത്. ഭർത്താവ് അബീഷ് രാജൻ ഉണ്ണിത്താൻ ബ്രാഡ്ഫോർഡ് സർവകലാശാലയിലെ ലെക്ചററാണ്. മകൾ ആരുഷി. ബ്രിട്ടീഷ് പൗണ്ട് റെക്കോർഡ് കുതിപ്പുമായി മുന്നോട്ട്. പൗണ്ടും ഇന്ത്യൻ രൂപയും തമ്മിലുള്ള വിനിമയ നിരക്കിൽ റെക്കോർഡ് വർധനയാണ് വന്നിരിക്കുന്നത്. രൂപയ്ക്കെതിരെ 120 എത്തി. ഒരു പൗണ്ടിന്റെ വില 119.68 രൂപ വരെ എത്തി. നാട്ടിലേക്ക് പണം അയക്കുന്നവർക്ക് നേട്ടമാകുമ്പോൾ നാട്ടിൽ നിന്ന് പണം അയക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റും തിരിച്ചടിയാണ്. പഠനത്തിനെത്തിയ വിദ്യാർത്ഥികൾക്ക് രൂപയിൽ നിന്നുള്ള വിനിമയ നിരക്കിലെ വർധനവ് വലിയ തിരിച്ചടിയാണ്. ഇന്ത്യയിലേക്ക് പണം അയക്കുന്നവർക്ക് വർധന വലിയ നേട്ടമാകും. എന്നാൽ പൗണ്ടിന്റെ വിലക്കയറ്റം നാട്ടിലെ സ്വത്തുക്കൾ വിറ്റ് UKയിൽ പണം എത്തിക്കാൻ പദ്ധതിയിടുന്നവർക്ക് തിരിച്ചടിയാകും. 2021 മാർച്ചിൽ ഒരു പൗണ്ടിന്റെ മൂല്യം 97 ഇന്ത്യൻ രൂപയായി കുറഞ്ഞിരുന്നു. ഏപ്രിലിൽ പക്ഷേ വിനിമയ മൂല്യം 100 കടന്നു. 2024 ഓഗസ്റ്റിൽ 110 രൂപയിലെത്തി. ഏറ്റക്കുറച്ചിലുകൾക്ക് ശേഷമാണ് ഇപ്പോൾ റെക്കോർഡ് ഭേദിച്ച് മുന്നേറുന്നത്. കുടുംബമായി UKയിൽ സ്ഥിരതാമസമാക്കിയവർ ജോലി ചെയ്ത് കിട്ടുന്ന തുക ഇവിടെ തന്നെ ചെലവഴിക്കുകയാണ് പതിവ്. ഇവർക്ക് UK പൗണ്ടിന്റെ ഇന്ത്യൻ മൂല്യം ഉയർന്ന കാര്യമായി നേട്ടമുണ്ടാക്കാൻ ഇടയില്ല. UKയുടെ പണപ്പെരുപ്പ നിരക്കുകൾ ആഗസ്റ്റിൽ സ്ഥിരത പുലർത്തിയതായി സ്ഥിരീകരിച്ച് ഔദ്യോഗിക കണക്കുകൾ. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ കണക്കുകൾ പുറത്തുവന്നതോടെ വാർഷിക പണപ്പെരുപ്പ നിരക്ക് 3.8% തുടരുന്നുവെന്നാണ് വ്യക്തമായത്. ജൂലൈ മാസത്തിലും സമാനമായിരുന്നു നിരക്കുകൾ. ഈ കണക്കുകൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പലിശ നിരക്കുകളെ ബാധിക്കും. വ്യാഴാഴ്ച മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗം ചേരുമ്പോൾ പലിശ നിരക്കുകൾ 4% തുടരുമെന്നാണ് സാമ്പത്തിക വിപണികളുടെ പ്രവചനം. പണപ്പെരുപ്പം 2% ഔദ്യോഗികമായി ലക്ഷ്യമിടുന്നത്. വിലക്കയറ്റവും രൂക്ഷമായി നിൽക്കുന്നതിനിടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകൾ കുറയ്ക്കാൻ തയ്യാറാകില്ല എന്നാണ് കരുതുന്നത്. വിമാന നിരക്കുകൾ താഴ്ന്നതാണ് പ്രധാനമായും പണപ്പെരുപ്പം ഉയരാതെ കാത്തത്. പെട്രോൾ, ഡീസൽ വില കൂടുകയാണ് ചെയ്തത്. ഹോട്ടൽ താമസത്തിന്റെ ചെലവും ആഗസ്റ്റിൽ കുറഞ്ഞു. ഇതിനിടെ ഭക്ഷ്യവിലക്കയറ്റം തുടർച്ചയായ 5ാം മാസവും ഉയർന്നു. ജൂലൈയിലെ 4.9% നിന്നും ഓഗസ്റ്റ് 5.1%ലേക്കാണ് നിരക്ക് കൂടിയത്. പച്ചക്കറി, ചീസ്, മത്സ്യം എന്നിവയുടെ വിലയാണ് ഉയർന്നത്. റോം മുതൽ ഇംഗ്ലീഷ് ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരെ വ്യത്യസ്തമായ സാധ്യതകൾ ഒരുപാട് ലഭ്യമായതോടെ അടുത്ത കാലത്തായി ട്രെയിൻ യാത്രകൾക്ക് ഏറെ ജനസമ്മതി കൈവന്നിട്ടുണ്ട്. ടിക്കറ്റ് നിരക്കുകളും വളരെ ഉയർന്നതായേക്കാം, പ്രത്യേകിച്ചും തിരക്കുള്ള സമയങ്ങളിൽ. എന്നാൽ ഇപ്പോഴിതാ ഒരു ട്രെയിൻ ലണ്ടനിൽ നിന്നും സ്കോട്ട്ലാൻഡിലേക്ക് 50 പൗണ്ടിൽ കുറഞ്ഞ നിരക്കുള്ള യാത്രാ ഓഫറുമായി രംഗത്തെത്തിയിരിക്കുന്നു. ട്രെയിനുകളിലെ റെയിൻ എയർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോമോ എന്ന കമ്പനിയാണ് ലണ്ടനിലെ കിങ്സ് ക്രോസിൽ നിന്നും ഗ്ലാസ്ഗോയിലെ ക്യൂൺ സ്ട്രീറ്റിലേക്ക് കുറഞ്ഞ നിരക്കിൽ പുതിയ സർവീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ട്രെയിനുകൾ മാത്രമുള്ള കമ്പനി ഇപ്പോൾ തന്നെ എഡിൻബർഗിനും കിങ്സ് ക്രോസിനും ഇടയിൽ നേരിട്ടുള്ള സർവീസ് നടത്തുന്നുണ്ട്. നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ 1 വേ ടിക്കറ്റിന് 40 പൗണ്ട് മാത്രമേ വരികയുള്ളൂ. നിങ്ങൾക്ക് റെയിൽ കാർ ഉണ്ടെങ്കിൽ ഇനിയും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കും. ഇവരിപ്പോൾ ഇവരുടെ സേവനം വിപുലീകരിച്ചിരിക്കുകയാണ്. ലണ്ടൻ കിങ്സ് ക്രോസിനും ഗ്ലാസ്ഗോ ക്യൂൺ സ്ട്രീറ്റിനും ഇടയിൽ പ്രവൃത്തി ദിനങ്ങളിൽ വടക്കോട്ട് 2ഉം തെക്കോട്ട് 1ഉം സർവീസുകളാണ് ഇവർ പുതുതായി നൽകുന്നത്. ഞായറാഴ്ച ഓരോ ദിശയിലേക്കും ഓരോ സർവീസും ഉണ്ടാകും. മൻമത് ഷെയറിൽ ഒരു പഴയ ലൈബ്രറി മോസ്കാക്കി മാറ്റുന്നതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് 3 കൗൺസിലർമാരും ഒരു പ്രദേശവാസിയും. നിലവിൽ പ്രവർത്തനരഹിതമായ അംബർഗവനി ലൈബ്രറി മൻമത് ഷെയർ മുസ്ലിം കമ്മ്യൂണിറ്റി അസോസിയേഷന് 30 വർഷത്തെ പാട്ടത്തിന് നൽകാൻ തീരുമാനമെടുത്തത് മൻമത് ഷെയർ കൗൺസിലിന്റെ ക്യാബിനറ്റാണ്. ഇക്കഴിഞ്ഞ ജൂണിലായിരുന്നു തീരുമാനം വന്നത്. കൺസർവേറ്റീവ് കൗൺസിലർമാരായ ലൂസി ബ്രൗൺ, റേച്ചൽ ബെക്ലർ, സ്വതന്ത്ര കൗൺസിലറായ സൈമൺ ഹോവാർഡ് എന്നിവരും പ്രദേശവാസിയായ ജോൺ ഹാർഡിക്കുമാണ് ഈ തീരുമാനത്തിനെതിരെ നിയമ നടപടികൾക്ക് ഒരുങ്ങുന്നത്. നിയമ നടപടികൾക്ക് ഒരുങ്ങുന്നു എന്ന് കാട്ടിയുള്ള കത്ത് ലഭിച്ചിട്ടുണ്ടെന്ന് മൻമത് ഷെയർ കൗണ്ടി കൗൺസിൽ സ്ഥിരീകരിച്ചു. എന്നാൽ നിയമ വിഷയമായതിനാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നും അവർ വ്യക്തമാക്കി. നിയമ നടപടികൾക്ക് ഒരുങ്ങുന്ന 4 പേർക്കും ക്രിസ്ത്യൻ ലീഗൽ സെന്ററിന്റെ പിന്തുണയുണ്ടെന്ന് ലോക്കൽ ഡെമോക്രസി റിപ്പോർട്ടിംഗ് സർവീസ് റിപ്പോർട്ട് ചെയ്യുന്നു. കൗൺസിലിന്റെ നടപടി പൊതു ഇടങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നു എന്നാണ് ക്രിസ്ത്യൻ ലീഗൽ സെന്റർ ചീഫ് എക്സിക്യൂട്ടീവ് ആൻഡ്രിയ വില്യംസ് പറഞ്ഞത്. ഇനി
നാട്ടിലെ വാർത്തകൾ. വൈദ്യുതി ബില്ലടയ്ക്കുന്ന രീതിയിൽ പുതിയ പരിഷ്കാരവുമായി KSEB. ബില്ലടയ്ക്കുമ്പോൾ 1000 രൂപ വരെ മാത്രം പണമായി സ്വീകരിക്കാനാണ് KSEB തീരുമാനിച്ചിരിക്കുന്നത്. വൈദ്യുതി ബിൽ 1000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ആ തുക ഓൺലൈനായി മാത്രമേ അടയ്ക്കാൻ സാധിക്കൂ. അതേസമയം ഒരു KSEB ഓഫീസിൽ ബില്ലടയ്ക്കുന്നതിനായി 2 ക്യാഷ് കൗണ്ടറുകൾ ഉള്ളിടത്ത് ഇനി മുതൽ ഒരെണ്ണം മാത്രമേ ഉണ്ടാകൂ. 70% ബില്ലുകളും ഇപ്പോൾ ഓൺലൈനായാണ് അടയ്ക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കൗണ്ടറുകൾ കുറയ്ക്കുന്നത്. അധികം വരുന്ന ജീവനക്കാരെ ഡിവിഷൻ, സർക്കിൾ ഓഫീസുകളിലേക്ക് പുനർവിന്യസിക്കുകയോ പൊതുസ്ഥലം മാറ്റത്തിന്റെ ഭാഗമായി സ്ഥലം മാറ്റുകയോ ചെയ്യും. ഒരേ കെട്ടിടത്തിൽ 2 സെക്ഷൻ ഓഫീസുകൾ പ്രവർത്തിക്കുന്നിടത്തും ഒരു കൗണ്ടറേ ഇനിയുണ്ടാവുകയുള്ളൂ എന്ന് KSEB അറിയിച്ചു. വൈദ്യുതി ബിൽ അടയ്ക്കാനായുള്ള സമയക്രമത്തിൽ മാറ്റം വരുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. രാവിലെ 8 മുതൽ വൈകുന്നേരം 6 വരെയാണ് സാധാരണയായി പണം സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ പുതിയ തീരുമാനമനുസരിച്ച് രാവിലെ 9 മുതൽ വൈകുന്നേരം 3 വരെ മാത്രമാകും ഇനി ബിൽ അടയ്ക്കാനാവുക. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന GST പരിഷ്കാരങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് 2 ലക്ഷം കോടി രൂപ നിക്ഷേപിക്കുമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്തെ ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം എത്തും എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നിർമ്മല സീതാരാമൻ കൂട്ടിച്ചേർത്തു. 2 സ്ലാബുകൾ മാത്രമുള്ള ഈ പുതിയ തലമുറ നികുതി വ്യവസ്ഥയിലൂടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് 2 ലക്ഷം കോടി രൂപയാണ് വരാൻ പോകുന്നത്. ആളുകളുടെ കയ്യിൽ പണമുണ്ടാകും. ഇന്ന് വിശാഖപട്ടണത്ത് നടന്ന ഒരു പരിപാടിയിൽ ധനമന്ത്രി പറഞ്ഞു. GST പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വരുന്ന സെപ്റ്റംബർ 22 മുമ്പ് തന്നെ ഇന്ത്യ കോർപ്പറേറ്റഡ് സ്വമേധയാ മുന്നോട്ട് വന്ന് GST നിരക്ക് കുറയ്ക്കലിന്റെ മുഴുവൻ ആനുകൂല്യങ്ങളും ഉപഭോക്താക്കൾക്ക് കൈമാറുന്നുണ്ടെന്ന് അവർ കൂട്ടിച്ചേർത്തു. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാമത് ജന്മദിനമാണ്. ഡൽഹി ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധയിടങ്ങളിൽ മോദിജിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു. വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് മോദി തന്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. യുവത്വത്തിന്റെ അതേ ഊർജ്ജം ഉൾക്കൊണ്ടാണ് നരേന്ദ്രമോദി പല പ്രതിസന്ധികളും തരണം ചെയ്യുന്നത്. ചുറുചുറുക്കോടെയാണ് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പാലക്കാട് കോങ്ങാട്ട് 13 വയസ്സുള്ള 2 പെൺകുട്ടികളെ കാണാനില്ലെന്ന് പരാതി. കോങ്ങാട് KPRP സ്കൂളിലെ വിദ്യാർത്ഥിനികളെയാണ് കാണാതായത്. വീട്ടിൽ നിന്ന് 7 മണിക്ക് ട്യൂഷന് പോയ ശേഷം സ്കൂളിലേക്കെന്ന് പറഞ്ഞാണ് വിദ്യാർത്ഥികൾ അവിടെ നിന്ന് മടങ്ങിയതെന്ന് പോലീസ് പറയുന്നു. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതോടെ വീട്ടുകാർ വഴക്ക് പറഞ്ഞിരുന്നു. ഇതോടെയാണ് പെൺകുട്ടികൾ നാടുവിട്ടതെന്നാണ് സംശയം. സ്കൂളിലെത്താത്തതോടെ അധ്യാപകരും രക്ഷിതാക്കളും പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. വലിയ കുതിപ്പ് സ്വർണ്ണവിലയിൽ വരാനിരിക്കുന്നു എന്ന് വിപണി നിരീക്ഷകർ പ്രവചിച്ചിരിക്കെ കേരളത്തിൽ ഇന്ന് മറിച്ചാണ് കാര്യങ്ങൾ. സ്വർണ്ണവില ഇന്ന് കുറഞ്ഞു. അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഇന്ന് വൈകിട്ട് പുതിയ പലിശ നിരക്ക് പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതോടെ സ്വർണ്ണവില കുറയുമെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ രേഖപ്പെടുത്തിയ കുറവ് വലിയ ആശ്വാസമായി കാണേണ്ടതില്ല. അന്താരാഷ്ട്ര വിപണിയിൽ ഔൺസ് സ്വർണ്ണത്തിന് $3700 കടന്ന് കുതിച്ചിരുന്നു. എങ്കിലും ഇപ്പോൾ 3682 കുറഞ്ഞിട്ടുണ്ട്. ഏഷ്യൻ വിപണിയിലെ വിറ്റഴിക്കൽ ട്രെൻഡാണ് ഇതിന് കാരണമെന്ന് പറയപ്പെടുന്നു. അതേസമയം നാളെ സ്വർണ്ണവിലയിൽ വലിയ മാറ്റം വന്നേക്കാം. ചൊവ്വാഴ്ച കേരളത്തിൽ 1 പവൻ സ്വർണ്ണത്തിന് 82,080 രൂപയായിരുന്നു വില. ആദ്യമായി 82,000 കടന്നത് വലിയ വാർത്തയായി മാറിയിരുന്നു. സ്വർണം കൈവശം സൂക്ഷിക്കുന്നവർക്ക് സന്തോഷം നൽകുന്നതായിരുന്നു ഈ കണക്ക്. ഇന്നത്തെ സ്പോർട്സ് വാർത്തകൾ. മേജർ ലീഗ് സോക്കറിൽ ഉജ്ജ്വല വിജയത്തോടെ ലയണൽ മെസ്സിയുടെ ഇന്റർ മയാമി പോയിന്റ് നിലയിൽ 5ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ലയണൽ മെസ്സി 1 ഗോളും അസിസ്റ്റും നേടിയ മത്സരത്തിൽ MLS-ലെ പ്രമുഖ ടീമായ സിയാറ്റിൻ സൗണ്ടേഴ്സിനെ 3-1 തകർത്തു. ഫ്ലോറിഡയിലെ ഫോർട്ട് ലോഡർഡെയിലെ ചേസ് സ്റ്റേഡിയത്തിൽ ഇന്റർ മയാമി ഒരു ഘട്ടത്തിൽ 3-0 മുന്നിലായിരുന്നു. ആദ്യ പകുതിയിൽ ഇന്റർ മയാമി 2 ഗോളുകൾ നേടി. മെസ്സിക്ക് പുറമെ ജോർഡ്രി ആൽബ, ഇയാൻ ഫ്രെഫ എന്നിവരാണ് മയാമിയുടെ സ്കോറർമാർ. സിയാറ്റിന് വേണ്ടി വാർഗസ് ആശ്വാസ ഗോളും കണ്ടെത്തി. ഈ വിജയത്തോടെ ഈ മാസം ആദ്യം നടന്ന ലീഗ്സ് കപ്പ് 2025 ഫൈനലിലെ തോൽവിക്ക് സിയാറ്റിൻ സൗണ്ടേഴ്സിനോട് പകരം വീട്ടാൻ മയാമിക്ക് സാധിച്ചു. 3 ആഴ്ചകൾക്കുള്ളിലാണ് മയാമിയുടെ മധുര പ്രതികാരം. സിയാറ്റിൽ സ്വന്തം കാണികൾക്ക് മുന്നിലായിരുന്നു അവരുടെ ലീഗ്സ് കപ്പ് വിജയം. 119.88 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകൾ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.